നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, വന്ദന ഉറങ്ങിയില്ലേ? ഇല്ല. ആരാ? ഇത്ര വേഗം എന്നെ മറന്നോ? ഞാനാ ഗൗതം. കല്യാണം ഉറപ്പിച്ചവനായിരിക്കും. യാതൊരു സംശയവും വേണ്ട, ഞാൻ തന്നെയാ. ഞാൻ കരുതി എന്റെ നമ്പർ വന്ദന സേവ് ചെയ്ത് കാണൂന്ന്. എനിക്ക് ഉറക്കം വരുന്നില്ല. വന്ദനയുടെ ശബ്ദം കേൾക്കണമെന്ന് എനിക്കൊരു തോന്നൽ. അതാ ഞാൻ വിളിച്ചത്. വന്ദനയ്ക്ക് ബുദ്ധിമുട്ടായോ? ഈ രാത്രി വന്ദനെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ, ആ കോള് വന്ദന അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ട്. വന്ദനയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ വന്ദനൊന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. വന്ദന, ജീവിതം ഒന്നേ ഉള്ളൂ. അത് വെറുതെ കളയാനുള്ളതല്ല എന്ന് എനിക്ക് വീണ്ടും തോന്നിയത് വന്ദനയെ കണ്ടപ്പോഴാ. ഇത് വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാ. ഇനി ഒരിക്കലും ഒന്നും വേണ്ട എന്ന് മനസ്സിൽ കരുതിയവനാ ഞാൻ. സോമനങ്കിൽ പറഞ്ഞപ്പോഴും അങ്ങനൊരു ഫോർമാലിറ്റിയെ തോന്നിയുള്ളൂ. വെറുതെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അതിനപ്പുറം എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ വന്നു കണ്ടപ്പോ സത്യം പറയാലോ, എനിക്കിഷ്ടായി. അല്ലെങ്കിലും എനിക്കിങ്ങനൊരു നാടൻ പെൺകുട്ടിയെ കാണുമ്പോഴേ തോന്നും ഒരു കേരളീയത. വന്ദനയിലും അത് തോന്നി. നെറ്റിയിൽ ചന്ദനവും നീട്ടി വളർത്തിയ മുടിയിൽ തുളസി കതിരും വെച്ച ഒരു നാടൻ തനി ഗ്രാമീണ പെൺകുട്ടി. വല്ല ഫാഷനബിൾ പെണ്ണുമായിരുന്നെങ്കിൽ നൈസായിട്ട് ചായയും കുടിച്ച് പിന്നെ പറയാന്നൊരു വാചകവും ഫിറ്റ് ചെയ്ത് ഞാൻ സ്ഥലം വിട്ടേനെ. പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ ചിന്തിച്ചതിലും അപ്പുറം. ഞാൻ വെറും പൈങ്കിളി സാഹിത്യകാരനാണെന്ന് വന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ഇല്ല. എന്നാ പറയട്ടെ. എന്റെ പ്രണയം നിഷേധിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.